എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫുഡ് അഡിറ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫുഡ് ടെക്നോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഫുഡ് അഡിറ്റീവ്സ്. കഴിഞ്ഞ 2 എക്സാമിനും നമുക്ക് ഫുഡ് അഡിറ്റീവ്സിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വാസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഫുഡ് അഡിറ്റീവ്സ്. പക്ഷേ നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റുന്നതുമാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഫുഡ് അഡിറ്റീവ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ അപ്പിയറൻസിനെയും ഫ്ലേവറിനെയും ടെക്സ്ചറിനെയും അതുപോലെ തന്നെ സ്റ്റോറേജ് പ്രോപ്പർട്ടിയൊക്കെ കൂട്ടാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യുന്ന നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. ഇതാണ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തിൽ നമ്മുടെ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും വരത്തില്ല. നമ്മുടെ ഫുഡിൽ ന്യൂട്രിറ്റീവ് വാല്യൂ കൂടാനായിട്ട് ആഡ് ചെയ്യുന്ന വൈറ്റമിൻസോ മിനറൽസോ ഒന്നും ഇതിനകത്തിൽ വരുന്നില്ല ഫുഡ് അഡിറ്റീവ്സിൽ. ഇനി കോഡെക്സ് അൽമിൻഡാരിസ് കമ്മീഷൻ ഫുഡ് അഡിറ്റീവ്സിന് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഫുഡായിട്ട് കഴിക്കുന്ന ഒരു വസ്തുവല്ല, ഒരു നോർമൽ ഫുഡിലുള്ള ഇൻഗ്രീഡിയൻറ്റുമല്ല, മറിച്ച് നമ്മുടെ ഫുഡിൻ്റെ മാനുഫാക്ചർ സമയത്തോ അല്ലെങ്കിൽ പാക്കിംഗ് സമയത്തോ ട്രാൻസ്പോർട്ടേഷൻ സമയത്തോ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. എന്നാൽ ഈ ഇൻഗ്രീഡിയൻറ്റ് ഒരു കണ്ടാമിനൻറ്റോ അല്ല, അതുപോലെ തന്നെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടാനായിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസോ അല്ല. ഇതാണ് കോഡെക്സ് അൽമിൻഡാരിസ് കമ്മീഷൻ ഫുഡ് അഡിറ്റീവ്സിനെ കുറിച്ച് പറയുന്നത്. ആ ഡെഫിനിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. The Codex Alimentarius Commission has defined additive as any substance not normally consumed as a food by itself or not normally used as a typical ingredient of food, whether or not it has nutritive value, the intentional addition of which to food for a technological purpose in the manufacture, processing, preparation, treatment, packaging, transporting or holding such food results or may reasonably expected to result or in it or by its byproduct becoming a component of or otherwise affecting the characteristic of such food but doesn't include contaminants or substance added to food for maintaining or improving the nutritional qualities. അപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മൾ ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് കണ്ടാമിനൻസിനെയും അതുപോലെ തന്നെ ന്യൂട്രിഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നത് ഓർത്താൽ മതി. ഇനി എന്തിനൊക്കെയാണ് ഫുഡ് അഡിറ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ പ്രോഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാലറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ രുചികരമാക്കാൻ, അതിൻ്റെ ഹോൾസംനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, പിന്നെ ആ ഫുഡിന് അതിൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട്, അതിന് വേണ്ടുന്ന കളറ് കൊടുക്കാനായിട്ട്, പിന്നെ അതിൻ്റെ ആൽക്കലിറ്റി ആണോ അതിൽ അസിഡിറ്റി ആണോ എന്താണെന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഫുഡിനെ കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു ടോപ്പിക്കാണ് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്നുള്ളത്. അഡിറ്റീവ്സ് യൂസ്ഡ് ഇൻ റോ മെറ്റീരിയൽസ് ഓർ ഇൻഗ്രീഡിയൻറ്റ് മേ ഫൈൻഡ് ദെയർ വേ ഇൻ ടു ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. For example, antioxidants used in edible oil may also be found in chips or any food items prepared with this oil. This is called carryover principle. അതായത് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റോ മെറ്റീരിയൽ, ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ റോ മെറ്റീരിയലിൽ നമ്മൾ എന്തൊക്കെ അഡിറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ആ റോ മെറ്റീരിയലിൽ നിന്നുണ്ടാകുന്ന ഫൈനൽ പ്രോഡക്റ്റിലും അത് കാണും എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഡിബിൾ ഓയിലിനകത്താണെങ്കിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ എഡിബിൾ ഓയിലിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്തു, അതുകൊണ്ട് ആ ഓയിൽ കൊണ്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചിപ്സിലും ഈ ആൻറ്റി ഓക്സിഡൻ്റെ പ്രസൻസ് അവിടെ കാണും. ഇതിനെയാണ് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ക്യാരി ഓവർ പ്രിൻസിപ്പിൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ആ ക്വസ്റ്റ്യനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ? Additives added in raw materials are not present in the final product. Antioxidant added to oil is present in all oil-based products made from it. All of the above, none of the above. The answer, antioxidants added to oil is present in all oil-based products made from it. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡിലൂടെ ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്തത് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ.
ഇനി ഫുഡ് അഡിറ്റീവ്സായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു ടേമാണ് GRAS എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് എന്നാണ്. ഓക്കെ, അപ്പം ഈ കൺസെപ്റ്റ് ഫുഡ് അഡിറ്റീവ്സിൽ വന്നത് 1958 ഫുഡ് അഡിറ്റീവ്സ് അമെൻമെൻറ്റ് പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഫുഡ് അഡിറ്റീവ്സ് ഒക്കെ ജനറലി അത് റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ GRAS എന്നുള്ള ഡിസിഗ്നേഷൻ കൊടുത്തത് FDA ആണ്. FDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അതൊരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഫെഡറൽ ഏജൻസിയാണ്. ഇവർ നമ്മുടെ പബ്ലിക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഓക്കെ, അപ്പോൾ GRAS എന്നുള്ള ആ ടേം ഒന്ന് ഓർത്തിരിക്കുക, ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മുടെ FSSA എക്സാംസിലൊക്കെ ചോദിക്കുന്നതാണ്, ഫുൾ നെയിംസൊക്കെ. അപ്പം നമ്മുടെ എക്സാമിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഈ നമ്പേഴ്സ്, നമ്മുടെ ഫുഡ് അഡിറ്റീവ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ നമ്പേഴ്സ് വഴിയാണ്. ഓക്കെ, അതിന് ഈ നമ്പർ ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് അഡിറ്റീവ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അജിനോമോട്ടോ എന്ന് പറയുന്നു. അജിനോമോട്ടോ എന്ന് പറയുമ്പോൾ അത് E621. ഓക്കെ, അങ്ങനെ ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ നമുക്ക് ഫുഡ് അഡിറ്റീവ്സ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ അത്രയും നമുക്ക് ഓരോന്നിൻ്റെയും നമ്പർ നമുക്ക് ബൈഹാർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ മെയിനായിട്ടുള്ള ഒന്ന് രണ്ടെണ്ണത്തിൻ്റെയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ അജിനോമോട്ടോ പോലുള്ളതിൻ്റെയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മളിപ്പോൾ ഈ നമ്പർ 100 തൊട്ട് 199 വരെ പറയുന്നത് ഫുഡ് കളേഴ്സിനെയാണ്. 200 തൊട്ട് 299 വരെ പറയുന്നത് പ്രിസർവേറ്റീവ്സിനെ. 300 തൊട്ട് 399 വരെയുള്ളത് ആൻറ്റി ഓക്സിഡൻസ്. 400 തൊട്ട് 499 വരെയുള്ളത് തിക്നെസ്, സ്റ്റെബിലൈസേഴ്സ്, എമൽസിഫയേഴ്സ്. 500 തൊട്ട് 599 വരെയുള്ളത് റെഗുലേറ്റേഴ്സ് ആൻഡ് ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ്. 600 തൊട്ട് 699 വരെയുള്ളത് ഫ്ലേവർ എൻഹാൻസേഴ്സ് ആണ്. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഫുഡ് അഡിറ്റീവ്സിനെ നമ്മൾ പല രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഫങ്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. അതായത് ഫുഡിനെ പ്രിസർവ് ചെയ്യാനായിട്ട്, അതിൻ്റെ ഫുഡ് കളേഴ്സായിട്ട്, ആസിഡിറ്റി റെഗുലേറ്റേഴ്സായിട്ട്, ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ്, ആൻറ്റി ഫോമിങ് ഏജൻറ്റ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, എമൽസിഫയേഴ്സ്, എമൽസിഫയിങ് ഏജൻറ്റ്സ്, ഫ്ലേവർ എൻഹാൻസേഴ്സ്, മോഡിഫൈഡ് സ്റ്റാർച്ചസ്, സ്റ്റെബിലൈസേഴ്സ്, തിക്കനിങ് ആൻഡ് ജെല്ലിങ് ഏജൻറ്റ്സ്, ഫോമിങ് ഏജൻറ്റ്സ്, റേസിംഗ് ഏജൻറ്റ്സ്, ഹ്യൂമിക്കൻസ്, ബൾക്കിംഗ് ഏജൻറ്റ്സ്, കളർ റിട്ടൻഷൻ ഏജൻറ്റ്സ്, ഫേമിംഗ് ഏജൻറ്റ്സ്, ഇങ്ങനെയെല്ലാം ഫുഡ് അഡിറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസ് കാണുന്നത് മാത്രമേ, FSSAയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള സ്ലൈഡ്സാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സ്, ആദ്യത്തെ ഒരു ടൈപ്പാണ് പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ്സ് എന്താണ്? ഫുഡിനെ പ്രിസർവ് ചെയ്യാനായിട്ട്, അതായത് അതിലുള്ള ഫുഡിലുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഫെർമെൻറ്റേഷനെ റിട്ടാർഡ് ചെയ്യാനായിട്ട്, ഫുഡിൻ്റെ ഡീകമ്പോസിഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഫുഡിലുള്ള മൈക്രോബിയൽ സ്പോയിലേജും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നു. ഇവയാണ് പ്രിസർവേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രിസർവേറ്റീവ്സ് രണ്ട് രീതിയിലായിട്ടുള്ളത്. ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2. ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഐറ്റംസ് ആണ് ഈ ക്ലാസ് 1 പറയുന്നത്. ഓക്കെ, അത് കോമൺ സോൾട്ട്, ഷുഗർ, ഡെക്സ്ട്രോസ്, ഗ്ലൂക്കോസ്, സ്പൈസസ് ഒക്കെ. അപ്പോൾ ഈ ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോണിലും വീട്ടിലും ഒക്കെയുള്ള ഷുഗറിനെയാണ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ വിനീഗർ, അസറ്റിക് ആസിഡ്, ഹണി, എഡിബിൾ വെജിറ്റബിൾ ഓയിൽ, ഇതിനെയൊക്കെയാണ് നമ്മൾ ക്ലാസ് 1 പ്രിസർവേറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർത്താൽ മതി, വീടുകളിൽ കാണുന്ന ഐറ്റംസ് അങ്ങനെ ഓർത്താൽ മതി. അഡീഷൻ ഓഫ് ക്ലാസ് 1 പ്രിസർവേറ്റീവ് ഇൻ എനി ഫുഡ് ഈസ് നോട്ട് റിസ്ട്രിക്റ്റഡ്. ഇപ്പം ക്ലാസ് 1 പ്രിസർവേറ്റീവിൻ്റെ അഡീഷൻ നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നതല്ല. ഇനി ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒത്തിരി ടൈപ്സ് പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസോയിക് ആസിഡും അതിൻ്റെ സോൾട്ട്സും, അതുപോലെ സൾഫ്യൂരസ് ആസിഡും അതിൻ്റെ സോൾട്ട്സും, പിന്നെ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്, സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും നൈട്രേറ്റും നൈട്രൈറ്റ്സും, സോർബിക് ആസിഡ്, പൊട്ടാസ്യവും കാൽഷ്യം സോൾട്ട്സ്, പിന്നെ കാൽഷ്യം അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ പ്രൊപ്പിയോണൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം സോൾട്ട്സ് ഓഫ് ലാക്റ്റിക് ആസിഡ്, നൈസിന്, മീഥൈൽ ഓർ പ്രൊപ്പൈൽ, പാരാഹൈഡ്രോക്സി ബെൻസോയേറ്റ്, സോഡിയം ഡൈ അസറ്റേറ്റ്, ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ ക്ലാസ് 2 പ്രിസർവേറ്റീവ്സിൽ വരുന്നത്.
അപ്പം ആദ്യത്തെ ഒരു പ്രിസർവേറ്റീവാണ് സോഡിയം ക്ലോറൈഡ് ഓർ കോമൺ സോൾട്ട്. നമ്മൾ സാധാരണ രീതിയിൽ ഉപ്പിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യും. വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഉപ്പിലിട്ട് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന വഴി എന്താണ് സംഭവിക്കുന്നത്? അവിടെ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ അവിടെ അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ ഫുഡ് പ്രിസർവേഷൻ ഇൻ earlier times. It stops the growth of microorganisms and interferes with the action of proteolytic enzymes. It can also cause food dehydration by drawing out water from the tissue cells. Brine is used to denote the percentage of NaCl in water phase of a food. അപ്പം ഉപ്പിലിടുമ്പോഴത്തേക്ക് മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഉപ്പിലിട്ടതിന് ശേഷം എന്താണ് ആ ഫുഡ് ഐറ്റം അവിടെ ഷ്രിങ്ക് ചെയ്യുന്നുമുണ്ട്. ഇനി ഷുഗറിൽ എന്താണ് നമ്മൾ ജാം ജെല്ലി പോലെയുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെ ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നു. ദ ഹൈ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഷുഗർ creates conditions that are unfavorable for the growth and reproduction of most species of bacteria, yeast and mold. ഇനിയും വരുന്ന ഒരു പ്രിസർവേറ്റീവാണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈഡ് ഫ്രൂട്ട്സിൽ, വെജിറ്റബിൾസിൽ, ഫ്രൂട്ട് ജ്യൂസിൽ, വൈനിലൊക്കെയാണ് നമ്മൾ സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്. വൈനിലാണെന്നുണ്ടെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ അത് അറസ്റ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിലൊക്കെയുള്ള ബ്രൗണിങ് റിയേജൻസ്, നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കറക്കുമല്ലോ. നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത് കറക്കുമല്ലോ. അപ്പം അങ്ങനെ കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡ് മാത്രമല്ല വേറെയും പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സൾഫർ ഡയോക്സൈഡിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൾഫർ ഡയോക്സൈഡ് പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ചൊവ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ B1 ബ്രേക്ക് ഡൗണും അവിടെ സംഭവിക്കും. ഇതാണ് സൾഫർ ഡയോക്സൈഡിൻ്റെ യൂസും അതിൻ്റെ ഡിഫക്റ്റും. ഇനി നൈട്രൈറ്റ്സും അത് മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അത് ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി സോർബിക് ആസിഡ്, അതിനും ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയാണ്. ഇത് സാധാരണ ഇതിൽ ചീസിൽ, ബേക്ക്ഡ് പ്രോഡക്ട്സിൽ, ഫ്രൂട്ട് ജ്യൂസിൽ, വൈനിൽ, പിക്കിൾസിൽ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോൾഡിൻ്റെയും ഈസ്റ്റിൻ്റെയും ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ഈ സോർബിക് ആസിഡ്. പിന്നെ വരുന്ന ഒന്നാണ് അസറ്റിക് ആസിഡ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് വിനാഗിരി. ഓക്കെ, ഇതും ആൻറ്റി മൈക്രോബിയൽ ആക്ഷനാണ്. നമ്മൾ സാധാരണ വെജിറ്റബിൾസൊക്കെ ഉപ്പിലിടുമ്പോഴാണ് നമ്മൾ അസറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അസറ്റേറ്റ്സ് ഓഫ് sodium, potassium and calcium are used in breads and other baked food to prevent roughness and growth of molds, but it doesn't interfere with yeast. അപ്പം ഈ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയൊക്കെ അസറ്റേറ്റ്സ് നമ്മൾ ബ്രെഡിലും അതുപോലെ ബേക്ക്ഡ് പ്രോഡക്ട്സിലും അതിൻ്റെ റോപ്പിനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റോപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയൽ സ്പോയിലേജ് ആണ്. അപ്പം ഇത് നമ്മൾ ബ്രെഡിലൊക്കെ ആണെങ്കിൽ സ്മെല്ല് ഉണ്ടാവുകയും അതുപോലെ തന്നെ ലിക്വിഡായിട്ട് മാറുകയും ചെയ്യുന്നു. നമ്മളിങ്ങനെ ബ്രെഡ് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക നൂല് പോലെ ഇങ്ങനെ കാണാം. അതിനാണ് റോപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോപ്പിനെസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് അസറ്റിക് ആസിഡ് ഉപയോഗിക്കാം. പക്ഷേ ബട്ട് ഇറ്റ് ഡസൻ ഇൻ്റർഫിയർ വിത്ത് ഈസ്റ്റിൻ്റെ ഗ്രോത്തിൽ ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. പിന്നെ പ്രൊപ്പിയോണിക് ആസിഡ് and its sodium and calcium salts are antimicrobial in nature against mold and some bacteria. It is effective against ropey bread organism Bacillus mesenterics. അപ്പോൾ പ്രൊപ്പിയോണിക് ആസിഡും അതിൻ്റെ സോഡിയം കാൽഷ്യം സോൾട്സും ഒക്കെ ആൻറ്റി മൈക്രോബിയൽ ആണ്. പിന്നെ ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ബ്രെഡിലെ റോപ്പിനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് റോപ്പിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വലിക്കുമ്പം ഈ നൂല് പോലെ കാണാം. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പ്രൊപ്പിയോണിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഈ റോപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസമാണ് ബാസിലസ് മെസെൻട്രിക്സ് എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു പ്രിസർവേറ്റീവാണ് ബെൻസോയിക് ആസിഡ്. ആക്റ്റീവ് അഗൻസ്റ്റ് ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ, ലീസ്റ്റ് ആക്റ്റീവ് അഗൻസ്റ്റ് മോൾഡ്. ബെൻസോയിക് ആസിഡ് ഈസ്റ്റിനും ബാക്ടീരിയയ്ക്ക് അഗൻസ്റ്റും ആക്ട് ചെയ്യുന്നുണ്ട്.
പക്ഷേ എന്നാൽ മോൾഡിൻ്റെ ഗ്രോത്തിനെ അത്ര പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. വെൽ സ്യൂട്ടഡ് ഫോർ ഫുഡ് ലൈക്ക് ഫ്രൂട്ട് ജ്യൂസസ്, കാർബണേറ്റഡ് ബിവറേജസ്, പിക്കിൾസ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവാണ് ബെൻസോയിക് ആസിഡ് എന്നുള്ളത്. അത് ഫ്രൂട്ട് ജ്യൂസിൽ, കാർബണേറ്റഡ് ബിവറേജസിൽ, പിക്കിൾസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബെൻസോയിക് ആസിഡിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഒന്നാണ് ഫുഡ് അഡിക്റ്റീവാണ് എപ്പോക്സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എപ്പോക്സൈഡ്സ് എന്ന് പറയുന്നത് സൈക്ലിക് ഈതേഴ്സ് ആണ്. അത് മൈക്രോ ഓർഗാനിസംസിനെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. മൈക്രോ ഓർഗാനിസംസിനെയും അതിൻ്റെ സ്പോർസിനെയും ഈവൻ വൈറസിനെയും വരെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിലീൻ ഓക്സൈഡും പ്രൊപ്പിലീൻ ഓക്സൈഡ്സുമാണ്. ഇത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നട്ട്സും സ്പൈസസും ഒക്കെ ഉണക്കാനായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഗ്യാസ് ഫോമിലായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, എപ്പോക്സൈഡ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ഫ്യൂമിഗേറ്റ്സ് ടു ഡിസ്ട്രോയ് ഇൻസെക്ട്സ് ഇൻ ഗ്രെയിൻസ്, കൊക്കോ പൗഡർ ആൻഡ് പാക്കേജിങ് മെറ്റീരിയൽസ്. അപ്പം ഇത് ഗ്രെയിൻസിനുള്ള ഇൻസെക്ട്സിനെയും അതുപോലെ കൊക്കോ പൗഡറിലെയും പാക്കേജിങ് മെറ്റീരിയലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത്, ഫ്യൂമിഗൻസ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ എപ്പോക്സൈഡ്സിൻ്റെ അതിൽ ഏതൊക്കെയാണ് എപ്പോക്സൈഡ്സ് എന്നുള്ളത് ഓർക്കുക. എത്തിലീൻ ഓക്സൈഡ്സും പ്രൊപ്പിലീൻ ഓക്സൈഡ്സും. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് ഡ്രൈ ചെയ്യാനായിട്ട്, നട്ട്സിനെയും സ്പൈസസിനെയൊക്കെ ഡ്രൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഇനിയും ഒരു ഫുഡ് അഡിക്റ്റീവാണ് ആൻറ്റിബയോട്ടിക്സ്. ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നൈസിൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈസിന്, പൈമാരസിന്, ക്ലോറോ ടെട്രാസൈക്ലിൻ, അതിൻ്റെ വേറെ പേരാണ് ഒറോമൈസിൻ, പിന്നെ ഓക്സി ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ ടെട്രാമൈസിൻ ആർ യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്സ്. Niacin is used to control the growth of spore-forming bacteria of dairy products as cheese, condensed milk, etc. അപ്പോൾ നൈസിൻ സാധാരണഗതിയിൽ നമ്മുടെ ഡയറി പ്രോഡക്ട്സ്, അതായത് ചീസ്, കണ്ടൻസ്ഡ് മിൽക്ക് പോലുള്ള ഡയറി പ്രോഡക്ട്സിലാണ് നമ്മൾ നൈസിൻ ഉപയോഗിക്കുന്നത്. ഇത് സ്പോർ ഫോമിംഗ് ബാക്ടീരിയ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പൈമാരസിനും ഒരു ആൻറ്റിഫംഗൽ ഏജൻറ്റാണ്. അത് നോർമലി യൂസ് ചെയ്യുന്നത് ചീസിലും സോസേജിലൊക്കെയാണ് നമ്മൾ പൈമാരസിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലോറോ ടെട്രാസൈക്ലിനും ഓക്സി ടെട്രാസൈക്ലിനും ഇത് ഫിഷിലെയും പോൾട്രിയിലെയൊക്കെയുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കളറിങ് ഏജൻറ്റ്സ്, ഇപ്പോൾ ഫുഡിന് കളർ കൊടുക്കുന്നത്. അപ്പം കളറിങ് ഏജൻസിലാണെങ്കിൽ കളർ സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്, കളർ ഫിക്സേറ്റീവ്സ് ഉണ്ട്, കളർ റിട്ടൻഷൻ ഏജൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിപ്പം അതായത് കളർ കൊടുക്കുന്നത്, ഉള്ള കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, പിന്നെ കളർ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, അങ്ങനെ പല ടൈപ്പ് കളറിങ് ഏജൻറ്റ്സ് പറയുന്നുണ്ട്. അത് സിന്തറ്റിക് ആകാം, അല്ലെങ്കിൽ ഓർഗാനിക് ആകാം, അല്ലെങ്കിൽ നാച്ചുറലി ഉണ്ടാകുന്നതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കളേഴ്സ് ആകാം. The colors are frequently added to restore the natural ones lost in food processing or to give the preparation the natural color we lost. അപ്പോൾ ഈ കളറിങ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡിൽ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഫുഡിൽ അതിന് നഷ്ടപ്പെട്ട കളറിനെ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളറിങ് ഏജൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പം ഈ കളേഴ്സ് നോർമലി സീഡ്സിൽ നിന്ന്, ഫ്ലവേഴ്സിൽ നിന്ന് ഒക്കെ, ഇൻസെക്ട്സിൻ്റെ ശരീരത്തു നിന്നും ഒക്കെ കളറിങ് ഏജൻറ്റ്സ്, നാച്ചുറൽ കളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. സാഫ്രൺ നമ്മുടെ കുങ്കുമപ്പൂ, അതൊരു കളറിങ് മെറ്റീരിയലും ഒരു ഫ്ലേവറിങ് ഏജൻറ്റുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ടർമറിക്, മഞ്ഞൾ, അതൊരു ക്യാരക്ടറിസ്റ്റ് അതിൻ്റെ കളർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാർമീൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റെഡ് കളറാണ്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ കൊക്നിയൽ ഇൻസെക്റ്റ്, ഒരു ഇൻസെക്റ്റിൻ്റെ ശരീരത്തു നിന്ന് ആണ് ഈ കാർമീൻ എന്ന് പറയുന്ന റെഡ് കളർ എടുക്കുന്നത്. ആ ഇൻസെക്റ്റിൻ്റെ പേര് ഡാക്ലോഫിസ് കോക്കസ് എന്നുള്ളതാണ്. കാർമിനിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻസെക്ട് ഈസ് പ്രൊഡ്യൂസ് ടു പ്രൊഡ്യൂസ് കാർമീൻ റെഡ് ഫുഡ് കളർ. അപ്പം ഈ ഇൻസെക്റ്റിൻ്റെ ശരീരത്തിൽ കാർമിനിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ഈ ആസിഡിൽ നിന്നാണ് നമ്മൾ കാർമീൻ എന്ന് പറയുന്ന റെഡ് ഫുഡ് കളർ ഉണ്ടാക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണ്, അതിൻ്റെ മുമ്പത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാർമീൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫീമെയിൽ കൊക്നിയൽ ഇൻസെക്റ്റിൽ നിന്നാണ് ഈ റെഡ് കളർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇന്ത്യയിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ടിൻ്റെ കോൺസെൻട്രേറ്റ്സ്, അനാറ്റോ, ബീറ്റാ കരോട്ടിന്, കോക്നിയൽ എക്സ്ട്രാക്റ്റ്, ഗ്രേപ്പ് എക്സ്ട്രാക്റ്റ്, പാപ്രിക്ക,
ഒലിയോറസിന്, ടർമറിക്, സാഫ്രോൺ എക്സെട്ര. ഇനി നമുക്ക് എല്ലാ ഫുഡിലും നമുക്ക് നാച്ചുറൽ ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഉപയോഗിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ഫുഡ് കളേഴ്സ്, അതായത് മഞ്ഞൾ പോലുള്ള നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഉപയോഗിക്കുമ്പം ആ ഫൈനൽ പ്രോഡക്റ്റിലും ആ നാച്ചുറൽ കളറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അതായത് ഇപ്പം നമ്മൾ ചില ഫുഡിലൊക്കെ നമ്മൾ മഞ്ഞൾ ഇച്ചിരി കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഫുഡ് പ്രോഡക്റ്റിലും ആ മഞ്ഞളിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. Actual color may not retain as such when subject to high temperature. അപ്പം ഈ നാച്ചുറൽ കളർ നമ്മൾ നല്ല രീതിയിൽ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ആ കളർ റീറ്റെയിൻ ചെയ്യത്തില്ല. ഓക്കെ, ചില ആൾക്കാർക്ക് ഈ നാച്ചുറൽ കളേഴ്സ് എന്ന് വെച്ചിട്ട് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് കോക്നിയൽ എക്സ്ട്രാക്റ്റ്, അനാറ്റോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പലർക്കും അലർജി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാച്ചുറൽ ഫുഡ് കളേഴ്സ് കോസ്റ്റ്ലിയർ ആണ്. ആർട്ടിഫിഷ്യൽ കളറിനേക്കാളും വളരെ കോസ്റ്റ്ലിയർ ആയിരിക്കും. പിന്നെ റോ ഇൻഗ്രീഡിയൻസ് ചിലപ്പം കുറവായിരിക്കും. അതായത് മരിഗോൾഡിൽ നിന്നാണ് നമ്മൾ ലൂട്ടിൻ എന്ന് പറയുന്ന ഒരു കളർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ മരിഗോൾഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു മഞ്ഞപ്പൂവ്. അപ്പോൾ ആ പൂവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂട്ടിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കുറവായിരിക്കും. പിന്നെ ഈ നാച്ചുറൽ കളേഴ്സ് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുഡിന് ആ ഒരു കളറ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആർട്ടിഫിഷ്യൽ ഡൈ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. നാച്ചുറൽ കളറ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഈ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറവായിരിക്കും, റോ ഇൻഗ്രീഡിയൻസ് കുറവായിരിക്കും. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ കളേഴ്സ് എല്ലാ ഫുഡിലും എല്ലായ്പ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. FSSAI permits the use of following whether derived naturally or manufactured. അപ്പം ഈ FSSAI ഉപയോഗിക്കാൻ പറയുന്ന നാച്ചുറൽ കളേഴ്സ് അത് കാരോട്ടിനോയിഡ്, ക്ലോറോഫിൽ, പിന്നെ റൈബോഫ്ലേവിൻ, ടർമറിക് ഓർ കുർക്കുമിൻ, സാഫ്രോൺ, അനാറ്റോയിൻ. ഇനി ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ഫുഡിൽ അത് കുറേ നാൾ കീപ്പ് ചെയ്യാൻ, അതിൻ്റെ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഫുഡിൽ പ്രത്യേകിച്ച് കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഫ്ലേവർ ചേഞ്ചോ ഒന്നും സംഭവിക്കാറില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഒക്കെയാണ് നാച്ചുറലി ഒരു ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഫുഡിൽ ഉപയോഗിക്കുന്നത്. ഈ വൈറ്റമിൻ സിയുടെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാർസിനോജനിക് ആയിട്ടുള്ള നൈട്രോസാമൈൻസിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രോമസോം ബ്രേക്കേജിനെയൊക്കെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയെ റീജനറേറ്റ് ചെയ്യാനായിട്ടും ഈ ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട്. ഇനിയും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BHA, PHT, PG, TB, HQ. അപ്പോൾ ഇവയുടെ എല്ലാം ഫുൾ നെയിമുകൾ നമ്മൾ പഠിച്ചിരിക്കണം. BHA എന്ന് പറയുന്നത് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ആനിസോളാണ്. PHT ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ. ഈ BHT ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ PG പ്രൊപ്പൈൽ ഗാലേറ്റ്, TBHQ ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്വിനൈൻ. അപ്പം ഇവയെല്ലാം നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Browning of cut fruits and vegetables is due to enzymatic oxidation of phenolic substance. Antioxidants prevent this discoloration. Ascorbic acid is used as an antioxidant here. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തിൽ പെട്ടെന്ന് തന്നെ ബ്രൗണിങ് റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രൗണിങ് റിയാക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വൈറ്റമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ BHAയുടെ ഒരു ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. ഡെയിലി ഇൻടേക്കിന് പറയുന്നത് ഈസ് 0 to 0.5 mg/kg ബോഡി വെയിറ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ലൈഡ്. ഇതിൻ്റെ ഫുൾ നെയിംസ് എല്ലാം ഓർത്ത് വെക്കുക. ഇനി ആൻറ്റി കേക്കിംഗ് ഏജൻസ്, അതായത് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കട്ടാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആൻറ്റി കേക്കിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഈർപ്പമൊക്കെ ഉള്ള സമയത്ത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ, അപ്പോൾ ഇവയൊക്കെ നമ്മൾ ഈർപ്പമുള്ള നമ്മൾ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ ഇങ്ങനെ കെട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏജൻസിനെയാണ് നമ്മൾ ആൻറ്റി കേക്കിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. They help in preventing particles from adhering each other and turning into a solid chunk during damp weather. They are anhydrous substances that can pick up moisture without themselves becoming wet
and these are added to products such as table salt and dry mixes to a maximum level of 2%. അപ്പോൾ ഇവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺഹൈഡ്രേറ്റഡ് സബ്സ്റ്റൻസ് ആയിരിക്കും, ഒട്ടും ജലാംശമില്ലാത്ത സബ്സ്റ്റൻസ് ആയിരിക്കും. പക്ഷേ ഇവ ഈ നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ നിന്നുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നവയായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ടേബിൾ സോൾട്ടിൽ ഡ്രൈ പൗഡേഴ്സിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മാക്സിമം ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡിൻ്റെ 2% മാത്രമേ ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ ഇന്ത്യയിലും പെർമിറ്റ് ചെയ്തിരിക്കുന്ന ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സ്, അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റ്സ്, പിന്നെ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ സിലിക്കേറ്റ്സ്, പിന്നെ അലൂമിനിയം ഓർ സോഡിയം ഓർ സിലിക്കൺ ഡയോക്സൈഡ്. ഈ അടുത്ത ഒരു പോയിൻ്റാണ് ഡയറ്റോമീഷ്യസ് എർത്ത് എന്നുള്ളത്. ഡയറ്റോമീഷ്യസ് എർത്തും നമുക്ക് പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. Diatomaceous earth, mostly consisting of silicon dioxide, is also used as an anti-caking agent, mostly in animal food. Animal foodil ഒരു anti-caking agent ആയിട്ട് diatomaceous earth ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഡയോറ്റോമിഷ്യസ് എർത്ത് എന്ത് ടൈപ്പ് ഫുഡ് അഡിറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് ആണ്. ഇനിയും നമ്മൾ കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മിഠായികളിലൊക്കെ, ക്യാൻഡീസിൽ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കാൽഷ്യം കാർബണേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിലിക്ക ജെല്ലും സ്റ്റാർച്ചും ഒക്കെ ആണെങ്കിൽ ഡെസിക്കൻസ് ആയിട്ട്, ഡെസിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈർപ്പം ഇങ്ങനെ നിലനിർത്താനായിട്ട് ഈർപ്പം നിലനിർത്തില്ല, ഡ്രൈനെസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഡെസിക്കൻസ് എന്ന് പറയുന്നത്. സിലിക്ക ജെല്ലും സ്റ്റാർച്ചും ഒക്കെ ഡ്രൈനെസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാൽഷ്യം സിലിക്കേറ്റ് നമ്മൾ ടേബിൾ സോൾട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്സ് നമ്മൾ മിൽക്ക് പൗഡറിൽ ഉപയോഗിക്കുന്നുണ്ട്. ട്രൈ ബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് ടേബിൾ സോൾട്ടിൽ പൗഡേർഡ് ഷുഗറിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആൻറ്റി ഫോമിങ് ഏജൻറ്റ്സ്, നമ്മൾ സാധാരണ രീതിയിൽ ചില എണ്ണകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ ഒത്തിരി എണ്ണകളൊക്കെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പതഞ്ഞു പൊങ്ങാതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ആൻറ്റി ഫോമിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോം എന്ന് പറഞ്ഞാൽ പത. In deep fat frying, we might have noticed that some oils, especially unrefined oil like mustard oil, tend to produce a lot of foam. The anti-foaming agents are added to retard deteriorative change and foaming height during heating of edible oils and fat. In India, dimethyl polysiloxane is used as an anti-foaming agent in edible oil and fat for deep fat frying up to a maximum limit of 10 ppm. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി ഫോമിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഡൈമീഥൈൽ പോളിസിലോക്സൈൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അസറ്റൈൽ ആൽക്കഹോൾ നമ്മൾ ഫെർമെൻറ്റേഷൻ ഇൻഡസ്ട്രിയിലും ആൻറ്റി ഫോമിങ് ഏജൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, മധുരം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നവ. ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് തന്നെ ന്യൂട്രിറ്റീവ് ഉണ്ട്, നോൺ ന്യൂട്രിറ്റീവ് ഉണ്ട്. ഈ ന്യൂട്രിറ്റീവിൽ വരുന്നതാണ് ഈ സോർബിറ്റോൾ, മാനിറ്റോളൊക്കെ. അതുപോലെ നോൺ ന്യൂട്രിറ്റീവ് ടൈപ്പാണ് അസ്പാർട്ടേമും. ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, സുക്രോസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സ്വീറ്റ്നറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടും ഇതിൻ്റെ കാലറി കൂട്ടും. അപ്പോൾ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാരിലൊന്നും സുക്രോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിന്തറ്റിക് സ്വീറ്റ്നസ് പിന്നീട് വരാനുള്ള കാരണം. ആദ്യമായിട്ട് വന്ന സിന്തറ്റിക് സ്വീറ്റനിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് സക്കാരിൻ ആണ്. ഈ സക്കാരിൻ സുക്രോസിനേക്കാളും 300 times മോർ സ്വീറ്റ്നറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വായിലൊരു കയ്പ്പ് രസം വരും. ഓക്കെ, അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് പിന്നീട് ഡിസ്കവർ ചെയ്തിട്ടുള്ള സ്വീറ്റ്നറാണ് സൈക്ലാമൈഡ്സ്. പക്ഷേ ഈ സൈക്ലാമൈഡ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റാറ്റ്സിൽ നടത്തിയ സ്റ്റഡീസിൽ ഈ റാറ്റ്സിന് യൂറിനറി ബ്ലാഡറിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പല കൺട്രികളിലും ഇത് ബാൻഡാണ് സൈക്ലാമൈഡ്സ്. പക്ഷേ സൈക്ലാമൈഡ് എന്താണെന്ന് ഓർക്കുക, അതൊരു സ്വീറ്റ്നറാന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നിയോടൈം എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് FDA അപ്രൂവ്ഡ് നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നറാണ്. ഇത് 8,000 to 13,000 times സ്വീറ്റർ ദാൻ സുക്രോസ്. സുക്രോസിനെക്കാട്ടിലും 8,000 തൊട്ട് 13,000 times സ്വീറ്റ്നറാണ് നിയോടൈം.
പിന്നെ അസ്പാർട്ടേം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്. അത് നമ്മുടെ സുക്രോസിനേക്കാളും ഒരു 200 ടൈംസ് സ്വീറ്റ്നറാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അസ്പാർട്ടിക് ആസിഡും അതുപോലെ ഫിനൈൽ അനലൈനുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്പാർട്ടേം ഫിനൈൽ കീറ്റോൺ യൂറിയ എന്നുള്ള കണ്ടീഷനുള്ള ആൾക്കാരിലും അതുപോലെ പ്രഗ്നൻറ്റ് വുമണിലും ലാക്ടേറ്റിംഗ് വുമണിലൊന്നും ഈ അസ്പാർട്ടേം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഈ അസ്പാർട്ടേം എന്ന് പറഞ്ഞ് ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിൽ ഫിനൈൽ അനിലിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്ന കണ്ടീഷനാണ്. അപ്പം ഈ കണ്ടീഷനിൽ നമുക്ക് അസ്പാർട്ടേം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ FSSA എക്സാമിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫിനൈൽ കീറ്റോൺ യൂറിയ ഉള്ള ആൾക്കാരിൽ കൊടുക്കാൻ പറ്റാത്ത സ്വീറ്റ്നർ ഏതാണെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ അസ്പാർട്ടേമാണ്. പിന്നെ സുക്രലോസ്, ഇറ്റ് ഈസ് derived ഫ്രം സുക്രോസ്. ഇറ്റ് ഈസ് നോട്ട് അബ്സോർബ്ഡ് ഫ്രം ഡൈജസ്റ്റീവ് ട്രാക്ട്, so it doesn't add calorie to the consumed food and also it doesn't increase the blood sugar level. ഈ സുക്രലോസ് എന്നുള്ളത് ടേബിൾ ഷുഗർ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതിനെ അബ്സോർബ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കാലറി കൂട്ടുകയോ അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുകയോ ചെയ്യുന്നില്ല. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ബേക്ക്ഡ് ഫുഡിൽ, ബിവറേജസിൽ, ജലാറ്റിനിലൊക്കെയാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇനിയും വരുന്ന ഒരു ടൈപ്പ് അഡിറ്റീവാണ് എമൽസിഫയേഴ്സും സ്റ്റെബിലൈസേഴ്സും. ഈ എമൽസിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾ നോർമലി മിക്സ് ആക്കാത്ത രണ്ട് സബ്സ്റ്റൻസിനെ അതിനെ ചേർത്ത് വെക്കുന്ന സംഭവങ്ങളാണ് എമൽസിഫയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓയിലും വാട്ടറും, ഈ ഓയിലും വാട്ടറിനെയും കൂടെ ചേർത്ത് വെക്കാനായിട്ട് നമ്മൾ എമൽസിഫയേഴ്സിൻ്റെ സഹായം തേടും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലെസിറ്റിൻ എന്ന് പറയുന്നത്. ഇനി ഫ്ലേവറിങ് ഏജൻറ്റ്സ്, ഫുഡിന് ഫ്ലേവർ കൊടുക്കുന്ന ഏജൻറ്റ്സ്. ഓക്കെ, ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഫ്ലേവർ എൻഹാൻസേഴ്സ് ആർ നോട്ട് ഫ്ലേവേഴ്സ് themselves but they amplifies flavor of other substance through a synergistic effect. Example, flavor enhancer by MSG. അപ്പോൾ ഫ്ലേവർ എൻഹാൻസേഴ്സ് എന്ന് പറയുന്നത് ആ വസ്തുവിന് അതിന് തന്നതായിട്ടൊരു ഫ്ലേവർ കാണത്തില്ല. പക്ഷേ ഈ ഫ്ലേവർ എൻഹാൻസേഴ്സ് ഒരു ഫുഡിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫുഡിൻ്റെ ഫ്ലേവർ അവിടെ കൂടുന്നു. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ അജിനോമോട്ടം. ആ അജിനോമോട്ടത്തിൻ്റെ ടെക്നിക്കൽ ടേം എന്താണെന്ന് അറിഞ്ഞിരിക്കുക, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് MSG എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഈ നമ്പറൂടെ ഓർത്ത് വെച്ചേക്കുക, 621. ഈ 621 ഇത് നമ്മൾ അജിനോമോട്ടം സാധാരണഗതിയിൽ ചൈനീസ് കുക്കിങ്ങിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഫുഡിൽ ഒരു റെസ്ട്രിക്റ്റഡ് എമൗണ്ടിൽ ആഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. so that the total glutamic content of the food is not more than 1%. വളരെ റെസ്ട്രിക്റ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ അജിനോമോട്ടോ ആഡ് ചെയ്യാവുള്ളൂ. പക്ഷേ നമ്മൾ കാണാൻ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് ആഡ് ചെയ്യും. ഇപ്പം ഫുഡ് ഉണ്ടാക്കുന്നവരുടെ വിചാരം ഇത് കൂടുതലായിട്ട് ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ അജിനോമോട്ടം ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അജിനോമോട്ടം ചേർന്ന് വരുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകം എഴുതി വരണം MSG ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം കൂടി അതിൽ ആ ഫുഡിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ഫുഡ് അഡിറ്റീവ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇനി ഞാൻ പറഞ്ഞു ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. ഫുഡ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ഏരിയ ആണ്, നമുക്കെല്ലാം ഇതിൻ്റെ അതിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മാക്സിമം നിങ്ങൾ ഫുഡ് അഡിറ്റീവ്സിൽ നിന്നുള്ള MCQs ചെയ്യുക. അപ്പോൾ MCQs ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഞാൻ കുറേ MCQs വരാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എങ്ങനെയൊക്കെയായിരിക്കും ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. Okay, that's all for today. Thank you.